നമസ്കാരം. ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥ, അതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് കണ്ണു നനയാതെ ഒരു വാക്ക് പറഞ്ഞു പൂർത്തീകരിക്കാനാവില്ല. ഹിന്ദുക്കളെ വേട്ടയാടി അതിക്രൂരമായി സ്ത്രീകളെയും കുട്ടികളെയും പിച്ചിച്ചീന്തി ശാപം കിട്ടിയ രക്തക്കറ പുരണ്ട ഭൂമിയായി മാറിക്കഴിഞ്ഞു അത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭരണം നയിക്കുന്ന യൂനുസിന് തല ഉയർത്താൻ സാധിക്കാതെ ചെരുപ്പേറുകൾക്കും ശാപവാക്കുകൾക്കും മുമ്പിൽ നിന്ന് ഉരുകി നിൽക്കേണ്ടി വരുന്നത്. അതായത് ലോകത്തിന്റെ കണ്ണുകൾ പതിവായി എത്തി നോക്കുന്ന ഒരിടമുണ്ട്, ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയുടെ അഥവാ UN ആസ്ഥാനം. ഇവിടെയാണ് ലോക നേതാക്കൾ ഒന്നിച്ചിരുന്ന് ലോകത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. സാമ്പത്തിക മാന്ദ്യം, കാലാവസ്ഥ വ്യതിയാനം, യുദ്ധങ്ങൾ, ആഗോള പ്രശ്നങ്ങളുടെ മഹാസാഗരം. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബർ 26-ന് ഈ ആഗോള വേദിക്ക് പുറത്ത് അതിലും തീക്ഷ്ണമായ ഒരു പോരാട്ടം അരങ്ങേറി. അത് ലോകശക്തികളുടെയോ വൻ രാഷ്ട്രങ്ങളുടെയോ പോരാട്ടമായിരുന്നില്ല, മറിച്ച് ഭൂമിശാസ്ത്രപരമായി നമ്മുടെ ഇന്ത്യക്കടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന്റെ, ബംഗ്ലാദേശിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ രൂക്ഷമായ ഭിന്നതയുടെ അലയൊലികളായിരുന്നു. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ ഡോക്ടർ മുഹമ്മദ് യൂനുസ് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യാനായി എത്തിയതായിരുന്നു അന്ന്. എന്നാൽ ന്യൂയോർക്കിലെ തെരുവുകൾ യൂനുസിനെ വരവേറ്റത് കയ്യടികളോടെ ആയിരുന്നില്ല, പകരം രോഷം നിറഞ്ഞ മുദ്രാവാക്യങ്ങളാലും കനത്ത പ്രതിഷേധങ്ങളാലുമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു നോബൽ സമ്മാന നേതാവ് ലോകവേദിയിൽ സംസാരിക്കാൻ എത്തിയപ്പോൾ സ്വന്തം രാജ്യത്തെ പ്രവാസികൾ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്? എന്താണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന ഭീകരമായ ആ അവസ്ഥ എന്താണ്? ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ്? ഇന്നത്തെ വീഡിയോയിൽ UN ആസ്ഥാനത്തിന് പുറത്തിറങ്ങേറിയ ഈ നാടകീയ സംഭവത്തിന്റെ പശ്ചാത്തലവും ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ അസ്ഥിരതയുടെ ഭീകരമായ ചിത്രവും പ്രതിഷേധക്കാരുടെ ആരോപണങ്ങളുടെ ഗൗരവവും നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നു. സത്യം പലപ്പോഴും സങ്കീർണമാണ്, അതിലുപരി ഭയപ്പെടുത്തുന്നതും. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഡോക്ടർ മുഹമ്മദ് യൂനുസ് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യാനെത്തിയ സമയം ന്യൂയോർക്കിലെ തെരുവുകൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ പോർക്കളമായി മാറി. ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അനുയായികളായ ബംഗ്ലാദേശി പ്രവാസികളാണ്. അവരുടെ ആരോപണങ്ങൾ വളരെ ഗുരുതരമായിരുന്നു. അത് കേവലം രാഷ്ട്രീയപരമായ വിമർശനങ്ങളായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മതേതര സ്വഭാവത്തെയും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിതത്വത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. പ്രതിഷേധക്കാരുടെ പ്രധാന ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു എന്നതാണ്. യൂനുസ് സർക്കാർ അധികാരമേറ്റതിനു ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും മറ്റു മതസ്ഥരും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ കൊലപാതകങ്ങൾ നേരിടുന്നുണ്ടെന്ന് അവർ ആരോപിക്കുന്നു. ഒരു പ്രതിഷേധക്കാരൻ വാർത്താ ഏജൻസിയായ ANA-യോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ബംഗ്ലാദേശിൽ ഭയാനകമായ അവസ്ഥ നിലനിൽക്കുന്നു. ദശലക്ഷക്കണക്കിന് ആളുകൾ രാജ്യം വിട്ട് പലായനം ചെയ്യുകയാണ്. ഇതൊരു ചെറിയ ആരോപണമല്ല. ഒരു ഇടക്കാല ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾ അതിക്രമങ്ങൾക്കും പലായനത്തിനും വിധേയരാകുന്നുണ്ടെങ്കിൽ അത് ലോകം ഗൗരവമായി കാണേണ്ട വിഷയമാണ്. പ്രതിഷേധക്കാർ ഡോക്ടർ യൂനുസിനെതിരെ ഉയർത്തിയ ഏറ്റവും വലിയ വിമർശനം അദ്ദേഹം ബംഗ്ലാദേശിനെ താലിബാൻ രാജ്യവും തീവ്രവാദ രാജ്യവുമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. മുൻ ഭരണകൂടമായ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ സ്വയം വിശേഷിപ്പിച്ചത് ഒരു മതേതര സർക്കാരായിട്ടാണ്. എന്നാൽ 2024 ഓഗസ്റ്റ് 5-ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സർക്കാരിനെ നിയമവിരുദ്ധമായി പുറത്താക്കി എന്നാണ് പ്രതിഷേധക്കാർ കൂട്ടിച്ചേർത്തത്. ചുരുക്കത്തിൽ ജനാധിപത്യപരമായ ഭരണത്തെ അട്ടിമറിച്ച് മതപരമായ തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് നിലവിലുള്ളതെന്ന ശക്തമായ സന്ദേശമാണ് അവർ ലോകത്തിന് മുന്നിൽ നൽകാനായി ശ്രമിച്ചത്. തെരുവുകളിൽ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴും ഡോക്ടർ മുഹമ്മദ് യൂനുസ് തന്റെ ദൗത്യം നിർവഹിച്ചു. 80ാമത് ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 4-ാം ദിവസം സെപ്റ്റംബർ 26-ന് അദ്ദേഹം ലോക പ്രതിനിധികളെ അഭിസംബോധന ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ 15 വർഷത്തെ ഭരണത്തെ അട്ടിമറിച്ച പ്രക്ഷോഭത്തിന് ശേഷം യൂനുസ് ലോക സംഘടനയിൽ നടത്തുന്ന 2ാമത്തെ പ്രസംഗമായിരുന്നു ഇത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പരിവർത്തനം തന്നെയായിരുന്നു. യൂനുസ് പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ വർഷം ഈ അസംബ്ലിയിൽ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പരിവർത്തനത്തിനായുള്ള ഞങ്ങളുടെ അഭിലാഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു. ബംഗ്ലാദേശിന്റെ പ്രാധാന്യം അതിന്റെ ജനങ്ങളുടെ പ്രതിരോധ ശേഷിയിലാണ്. ഇതും അദ്ദേഹം ഊന്നി പറയുന്നു. നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനായി രാജ്യത്തിന് സാധിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു: സാധാരണക്കാരുടെ അസാധാരണ ശക്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കഥ. പ്രതിസന്ധി എത്ര ആഴത്തിലുള്ളതായാലും പരിഹാരം എത്ര അസാധ്യമാണെന്ന് തോന്നിയാലും നവീകരണത്തിലേക്കുള്ള പാത ഒരിക്കലും നഷ്ടപ്പെടില്ലെന്ന് എല്ലാ രാജ്യങ്ങളിലും പ്രതീക്ഷ ഉണർത്തുന്നതിനാൽ ഇത് പ്രധാനമാണ്. ഇവിടെ യൂനുസ് വളരെ തന്ത്രപരമായി
തനിക്കെതിരായ രാഷ്ട്രീയ ആരോപണങ്ങളെ മറികടന്നുകൊണ്ട് നിലവിലെ മാറ്റം ജനകീയ പ്രക്ഷോഭത്തിന്റെ ഫലമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ജനാധിപത്യ അട്ടിമറി എന്ന വാദത്തെ അദ്ദേഹം നേരിട്ടത് ജനകീയ പ്രക്ഷോഭത്തിലൂടെയുള്ള പരിവർത്തനം എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ്. പ്രസംഗത്തിന്റെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം വംശഹത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരാമർശമായിരുന്നു. ഇത് കേവലം ആഗോള വിഷയത്തിലുള്ള ഒരു പ്രതികരണം എന്നതിലുപരി യൂനുസിന്റെ ഭരണത്തിന് അനുകൂലമായ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ നേടാനുള്ള ഒരു ശ്രമമായി കണക്കാക്കാം. അദ്ദേഹം പറഞ്ഞു, വംശഹത്യ നേരിട്ട് നടക്കുന്നുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷന്റെ വാദത്തോട് ഞങ്ങൾ യോജിക്കുന്നു. ലോകം ഇതിനെതിരെ വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നും ഇത് തുടർന്നാൽ ഭാവി തലമുറകളോ ചരിത്രമോ നമുക്ക് മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്രസ്താവനയിലൂടെ യൂനുസ് ഭരണകൂടം ആഗോള മനുഷ്യത്വപരമായ വിഷയങ്ങളിൽ പ്രതിബദ്ധതയുള്ളവരാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. അതോടൊപ്പം ലോക ശ്രദ്ധയെ ബംഗ്ലാദേശിലെ ആഭ്യന്തര വിഷയങ്ങളിൽ നിന്നും കൂടുതൽ വിശാലമായ മനുഷ്യത്വപരമായ പ്രശ്നങ്ങളിലേക്ക് തിരിച്ചുവിടാനും അദ്ദേഹം ശ്രമിക്കുന്നു. യൂനുസിനെതിരായ ഈ പ്രതിഷേധം UN ആസ്ഥാനത്തിന് പുറത്തു നടന്നത് ഒരു യാദൃച്ഛികതയല്ല. ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ അട്ടിമറിച്ച് യൂനുസ് സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരതയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ ആക്രമണങ്ങളും വർദ്ധിച്ചതായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത്തരം റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ശക്തി നൽകുന്നതാണ് ന്യൂയോർക്കിലെ പ്രവാസികളുടെ പ്രതിഷേധവും. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന ആരോപണം അതീവ ഗൗരവമേറിയതാണ്. ഒരു ഭരണമാറ്റം തീവ്രവാദ ശക്തികൾക്ക് രാജ്യത്ത് വേരുറപ്പിക്കാൻ അവസരം നൽകുന്നുണ്ടോ? മുൻ പ്രധാനമന്ത്രിയുടെ അനുയായികൾ ഉന്നയിക്കുന്ന ആരോപണം കേവലം രാഷ്ട്രീയ പ്രതികാരമാണോ, അതോ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തിനും നേരെയുള്ള ഭീഷണിയുടെ യഥാർത്ഥ പ്രതിഫലനമാണോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു ഇടക്കാല സർക്കാർ എന്ന നിലയിൽ ഡോക്ടർ മുഹമ്മദ് യൂനുസിന്റെ ഭരണകൂടത്തിന് രാജ്യം നേരിടുന്ന ഈ ആഭ്യന്തര പ്രതിസന്ധിയെ എത്രത്തോളം ഫലപ്രദമായി നേരിടാൻ സാധിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ അദ്ദേഹം ബംഗ്ലാദേശിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പരിവർത്തനത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ രാജ്യത്തിനകത്ത് ന്യൂനപക്ഷങ്ങൾ ഭയപ്പാടോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനം ഒരു മൈക്രോസ്കോപ്പ് പോലെയാണ്. ലോകത്തിന്റെ വിവിധ കോണുകളിലെ പ്രശ്നങ്ങൾ അത് ലോകത്തിന് മുന്നിൽ വലുതാക്കി കാണിക്കുന്നു. അന്ന് ആഗോള വേദിക്ക് പുറത്ത് നടന്ന പ്രവാസ പ്രതിഷേധം ബംഗ്ലാദേശിന്റെ ആഴത്തിലുള്ള രാഷ്ട്രീയ മുറിവുകളാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. ഒരു വശത്ത് സമാധാനത്തിന്റെ പ്രതീകമായ നോബൽ സമ്മാന ജേതാവ് രാജ്യത്തെ പരിവർത്തനത്തിന്റെ കഥ ലോകത്തോട് പറയുന്നു. മറുവശത്ത് അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാർ തെരുവുകളിൽ നിന്നും തങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ലോകത്തോട് നിലവിളിക്കുന്നു. ബംഗ്ലാദേശിലെ ഈ പ്രതിസന്ധി കേവലം ഈ രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല. ജനാധിപത്യം, മതേതരത്വം, ന്യൂനപക്ഷ അവകാശങ്ങൾ, ഈ ആഗോള മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ലോകം കാഴ്ചക്കാരായിരിക്കരുത്. ഈ സംഭവവികാസങ്ങൾ വളരെ നിർണായകമായൊരു വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത്. യൂനുസ് സർക്കാർ ഈ ആരോപണങ്ങളെ എങ്ങനെ നേരിടുമെന്നും രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്നും ലോകം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നു. ബംഗ്ലാദേശിന്റെ ഭാവി എങ്ങോട്ടാണ്? അത് പൂർണ്ണമായും യൂനുസ് സർക്കാരിന്റെ അടുത്ത നീക്കങ്ങളെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ കൂടുതൽ ഗൗരവമേറിയ ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IPN മലയാളം.